നീരാവിയാകുവാൻ ആനന്ദദീപം കൊളുത്തി ഉലകിലീ ഞാൻ എന്ന പാഴ്നിഴൽ മായ്ച്ചു കളയുവാൻ എത്ര ദിനകര മണ്ഡലം മേലിലും അസ്തശൈലത്തിൽ തടഞ്ഞു തകരണമെന്ന് സംശയിക്കുന്ന ഒരു തലമുറ. തീർച്ചയായിട്ടും ആ തലമുറയ്ക്ക് ആവശ്യം സ്നേഹത്തിൻ്റെ നീരുറവകളാണ്. ആ സ്നേഹത്തിൻ്റെ നീരുറവകളാണ് യഥാർത്ഥത്തിൽ ഈ സംഘടനയുടെ ശക്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തഴച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു മഹാവടുവൃക്ഷമായി തീർന്നിരിക്കുന്ന ഈ സംഘടന യഥാർത്ഥത്തിൽ നമ്മുടെ യുവതലമുറയ്ക്ക് ഒരു തണ്ണീർ പന്തലാണ്. നമ്മുടെ യുവതലമുറ ഊർജത്തിൻ്റെ ഉറവിടമാണ്, ശക്തിയുടെ സ്രോതസ്സുകളാണ്, നൈർമല്യത്തിൻ്റെ നിഷ്കളങ്കതയുടെ പ്രതീകങ്ങളാണ്. ദ യൂത്ത് ഈസ് ദ ഗേ ആൻഡ് പ്ലസന്റ് സ്പ്രിംഗ് ഓഫ് ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിത്ത് ജോയ് സ്റ്റിറിംഗ് ഇൻ ഇറ്റ്സ് ഡാൻസിങ് ബ്ലഡ്, the time when nature invites one with 1,000 songs to share her general feast. പക്ഷെ കഷ്ടകരമെന്ന് പറയട്ടെ, ആ കർമ്മശേഷി പലപ്പോഴും വഴിതെറ്റി ഒഴുകി നാടിനെ വിനാശത്തിലേക്കും ഭീകരവാദത്തിലേക്കും മറ്റും നയിക്കുന്ന കഷ്ടകരമായ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് അവരിൽ ഉറങ്ങിക്കിടക്കുന്ന കർമ്മശേഷിയെ, അവരിൽ സുഷുപ്തമായ സുലീനമായ സർഗശക്തികളെ തട്ടി ഉണർത്തി നേരായ മാർഗത്തിലേക്ക് തിരിച്ചുവിട്ട് അവരെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കി തീർക്കുക. ഒരു സോഷ്യൽ ക്ലബിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഇത് തന്നെയാണ്. കലയ്ക്ക് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. മനുഷ്യൻ്റെ അന്തരംഗാന്തരത്തിലെ സ്നിഗ്ധ ചിന്തകളെ തട്ടി ഉണർത്തുന്ന കല അവയെ പാലൂട്ടി വളർത്തി പരിപാലിപ്പിച്ച് പരിപോഷിപ്പിച്ച് പരിശുദ്ധീകരിച്ച് അവനെ യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കും. ഇന്ന് ക്ലാസ് മുറികളുടെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസം പലപ്പോഴും മെക്കാളെ പ്രഭുവിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചുയർന്ന അങ്കലഭരണത്തിൻ്റെ ദുർഭഗ സന്തതി എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തണ്ട് തപ്പികളായ വ്യക്തികളെ അനുസ്യൂതം പുറന്തള്ളുന്ന പുട്ടുകുറ്റിയായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നുവോ എന്ന് വിദ്യാഭ്യാസ ദുരന്ധരന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഒന്നുപോലെ സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുന്നു. തൊഴിലിനോട് അനാദരം, പെറ്റ മണ്ണിൻ്റെ മക്കളോട് പുച്ഛവും നീരസവും മാത്രം കൈമുതലായുള്ള നാട്ടിൽ നിവസിക്കുന്ന ഒരു പറ്റം കുട്ടിസായിപ്പന്മാരെ സൃഷ്ടിക്കുകയല്ല പ്രത്യുത മണ്ണിനെ സ്നേഹിക്കുന്ന, മണ്ണിൻ്റെ മക്കളെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി 4 കാര്യങ്ങൾ ചെയ്യണമെന്ന അദമ്യമായ അഭിവാഞ്ചയുള്ള അഭിനിവേശമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ അതിലേക്കുള്ള ഒരു രാസത്വരകമായിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വേദികളെ കാണുന്നത്. രമാ ബിജാപൂർക്കർ NCAER ചെയർപേഴ്സൺ ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു പ്രശസ്തമായൊരു ബിസിനസ് സ്കൂളിൽ അവർ നടത്തിയ പ്രസംഗം എൻ്റെ മനോമുകുരത്തിലേക്ക് കടന്നു വരുന്നു. അവരുടെ വാക്കുകൾ കടമെടുത്താൽ, വിച്ച് ഇന്ത്യ ആൻഡ് ഹൂസ് ഇന്ത്യ ആർ വി ടോക്കിംഗ് അബൌട്ട്? There is one India whose proud inhabitants enjoy higher per capita income than Brazil. There is a larger one that is slightly poorer than Indonesia. But there is also a third one, more than double in size of the sum of the first two, which is almost as poor as Bangladesh. Most Indians do not work in the organized sector. Their well-being cannot be discerned from the subjective data maintained by Indian corporate houses. What makes them spend is a financial misoptimism that something, somewhere, somehow will work out. അവശരമാർത്തരം ആലംബഹീനരും അടങ്ങുന്നൊരു ജനവിഭാഗം. ആ ജനവിഭാഗത്തിൻ്റെ കണ്ണീരൊപ്പുവാൻ അണ്ണാൻ കുഞ്ഞും തന്നാലായത് ചെയ്യുന്നൊരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. ലോകത്തിലെ ഏറ്റവും മഹത്തും ബൃഹത്തുമായ ജനാധിപത്യ രാജ്യമായ ഭാരതം, ആ നാടിൻ്റെ സന്തതികളാകുവാൻ അപൂർവ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. സ്വാതന്ത്ര്യത്തിൻ്റെ ഊഷ്മളവും സംശുദ്ധവുമായ വായു ശ്വസിക്കാൻ കഴിഞ്ഞതിന് പിന്നിൽ
മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് കവി വിശേഷിപ്പിച്ച പാരതന്ത്ര്യത്തോട് വിട പറയുവാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ സേവനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ, അർപ്പണ മനോഭാവത്തിൻ്റെ ഉദാത്തമായി നിരവധി കഥകളുണ്ട്. ആംഗലേയരുടെ വെടിയുണ്ടകൾക്ക് നേരെ വിരുമാറ കാട്ടിയ ധീരദേശാഭിമാനികൾ ഇന്നും നമ്മെ രോമാഞ്ച കഞ്ചുകിതരും പുളകിത ഗാത്രരുമാക്കി തീർക്കാറുണ്ട്. പക്ഷെ പൊരുതി നേടിയെടുത്തിയ രാഷ്ട്രീയ സ്വാതന്ത്ര്യം, അതിന് പൂർണ്ണമായ രൂപവും ഭാവവും അർത്ഥവും വ്യാപ്തിയും സിദ്ധിക്കണമെങ്കിൽ സാമ്പത്തികമായ, സാമൂഹികമായ സ്വാതന്ത്ര്യം കൈവരിക്കേണ്ടിയിരിക്കുന്നു. ഉച്ചനീചത്വങ്ങൾ ഉച്ചാടനം ചെയ്യേണ്ടിയിരിക്കുന്നു. ധനികനും ദരിദ്രനും തമ്മിലുള്ള അന്തരം കുറയ്ക്കേണ്ടിയിരിക്കുന്നു. മരിക്ക സാധാരണമോ വിശപ്പാൽ ദഹിക്കയോ നമ്മുടെ നാട്ടിൽ മാത്രം, ഐക്യക്ഷയത്താൽ അടിമശവങ്ങൾ അടിഞ്ഞുകൂടും ചുടുകാട്ടിൽ മാത്രമെന്ന് വള്ളത്തോള് മാപ്പിൽ കുറിച്ചിട്ട വരികൾ, അതിനൊരു മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അകത്തും പുറത്തുമുള്ള ഛിദ്രശക്തികൾ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടേണ്ടിയിരിക്കുന്നു. Trust with destiny. Long years ago we made a trust with destiny. And now the time comes to redeem our pledge, not wholly or in full measure but very substantially. എന്ന് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി നാം ഇന്നാട്ടിലെ ദരിദ്ര നാരായണന് നൽകിയ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, അതിനെ ഒരു ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിറ്റ്യൂഷനായി മാറാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കും. ലെറ്റ് നോട്ട് the locusts of despair destroy the harvest of India's freedom. ഇതിന് നാം ഓരോരുത്തർക്കും അവനവൻ്റേതായ പങ്ക് നിർവഹിക്കുവാനുണ്ട്. ആ പങ്ക് നിർവഹിക്കും എന്ന് നാം ഓരോരുത്തരും രക്തം കൊണ്ടും ഹൃദയം കൊണ്ടും ബദ്ധപ്രതിജ്ഞരാകുന്ന ഒരു വേദിയായി ഇത് തീരുമെങ്കിൽ വികാരാവേശം വിവേകത്തിനും പ്രസംഗം പ്രവൃത്തിക്കും വഴിമാറി കൊടുക്കുമെങ്കിൽ കേരളോർവി ഭാരതാംബ പുളകിതഗാത്രിയായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരമപുരുഷശയ്യേ ഭാരതക്ഷോണിമൗലേ പരമശിവ പതാകേ പത്മജാ നൃത്തശാലേ പരമിവന് സഹായം പാരിലാരുള്ളു നീയേ പരവശതയകറ്റി പാലനം ചെയ്യുകതായേ. ഏത് തരത്തിലുള്ള ഒരു തലമുറയാണ് നാം വാർത്തെടുക്കേണ്ടത്? ഏത് തരത്തിലുള്ള ഒരു തലമുറയെ വാർത്തെടുത്താൽ മാത്രമേ ഈ നാടിൻ്റെ ഭാവി ഭദ്രവും ഭാസ്വരവുമായി തീരുകയുള്ളൂ? സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ ആകത്തുകയായ ഒരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. തെറ്റുകൾ വിളിച്ചു പറയുവാനും ശരിക്ക് വേണ്ടി ആത്മാഹുതി ചെയ്യുവാനും തയ്യാറെടുപ്പുള്ള ഒരു തലമുറ. സൂര്യൻ അസ്തമിക്കാത്തൊരു സാമ്രാജ്യത്തെ മാറാല പോലെ വിറപ്പിച്ച് അവരെ രാജ്യരാമാനം കെട്ടുകെട്ടിച്ച ഇന്ത്യൻ വിദ്യാർത്ഥി വർഗത്തിൻ്റെ പിൻതലമുറക്കാരായിട്ടുള്ള ഒരു തലമുറ. അതേസമയം അച്ചടക്കത്തെ സംബന്ധിച്ചിടത്തോളം കാസാബിയാങ്കമാരായിട്ടുള്ളൊരു തലമുറ, ലക്ഷ്യബോധമുള്ളൊരു തലമുറ. സെറ്റ് എ ഗോൾ, വർക്ക് ഹാർഡ്, സക്സസ് വിൽ കം ടു യു എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ. അംബിഷൻ ഇസ് ദ സ്പർ ദാറ്റ് മേക്സ് വൺ സ്ട്രഗിൾ വിത്ത് ഡെസ്റ്റിനി. ഇറ്റ് ഈസ് ഗോഡ്സ് ഓൺ ഇൻസെന്റീവ് ടു മേക്ക് പർപ്പസ് ഗ്രേറ്റ് ആൻഡ് അച്ചീവ്മെന്റ് ഗ്രേറ്റർ എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതന സബ്ജകളെ കീഴടക്കുമ്പോഴും പെറ്റ മണ്ണിനെ മറക്കാത്തൊരു തലമുറ. സയൻസ് ഈസ് ഓൺലി ഹ്യൂമൻ എൻക്വയറി. ബീയിങ് ഹ്യൂമൻ എൻക്വയറി ഇറ്റ് ക്യാൻ ഓൺലി ഗിവ് ആൻ ആൻസർ ദാറ്റ് ഈസ് സംഹൗ couched in human tones. The primitive man stood against a cliff and shouted. The echo brought back his voice. He started believing in a disembodied spirit. The scientist of today stands counting out loud in the face of the unknown, loud in the face of the unknown. ശാസ്ത്രം എത്ര വളർച്ച പ്രാപിച്ചാലും ഒരു നഗര സത്യത്തിന് നേരെ മുഖം ധരിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. He paints the wayside flower. He lights the evening star. He paints the wayside flower. He lights the evening star. ആത്മീയതയിൽ അധിഷ്ഠിതമായൊരു തലമുറ. ചന്തമേറിന പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മികൾ മീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുന്ന ഈശനെ വാഴ്ത്തുന്നൊരു തലമുറ. ചുരുക്കത്തിൽ ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും ഹിമവാന്റെ ഔന്നത്യവും ഗംഗയുടെ പരിശുദ്ധിയും സമഞ്ജസമായി സമ്മോഹനമായി സമ്മേളിക്കുന്നൊരു തലമുറ. ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിങ്കൽ അല്ലായികലെവിടത്തെ ചരിത്രം വായിക്കുവിൻ എന്ന് കവി കുറിച്ചിട്ട ഒരു തലമുറ. സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. പി കെ ബാലകൃഷ്ണൻ
തൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിൽ കുറിച്ചിട്ട വരികൾ കടമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. സഹസ്രയുഗങ്ങളായി തൻ്റെ വക്ഷസ്സിൽ നിന്നും നിത്യേന സൂര്യബിംബത്തെ ആകാശത്തേക്ക് തൊടുത്തു വിടുകയും പ്രപഞ്ചത്തിൻ്റെ അവിരാമമായ വൃദ്ധക്ഷയ പ്രക്രിയയ്ക്ക് ശ്രുതി ചേർത്ത് പ്രവഹിക്കുകയും ഹിമവദ്ഗിരിയുടെ കരളലിഞ്ഞു വാർന്ന കണ്ണീരിനെ ദുഃഖാർത്തനായ മനുഷ്യൻ വാർക്കുന്ന കണ്ണീരിനോട് കൂട്ടിക്കലർത്തി ഒഴുക്കുകയും ചെയ്യുന്ന ഗംഗാപ്രവാഹം പോലെ മന്ദാകിനി ഭതിനഗോയ കണ്ഠേ മുക്താവലി കണ്ഠകതേവ ഭൂമേ എന്ന രാമചരിതമാനസത്തിലെ വരികളെ അന്വർത്ഥമാക്കുന്ന നിർമ്മലമായ മനസ്സുള്ളൊരു തലമുറയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യം. അത്തരത്തിലുള്ളൊരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു രാസത്വരകമായി സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ കടമെടുത്താൽ, what India wants is men and women with muscles of iron, nerves of steel and gigantic wills, which nothing can resist, which can penetrate into the innermost secrets of life. So arise, awake and stop not till the goal is reached. മാതാ അമൃതാനന്ദമയിയുടെ ഒരു പ്രശസ്തമായൊരു വചനം കൂടെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. In today's world, the effort is to air condition the external. But air conditioning the external alone does not help. There are many who live in air-conditioned rooms who need sleeping pills to sleep. Therefore, the effort must be to air condition our minds. For that, the control of our mind must be firmly in our hand. The control of our mind must be firmly in our hand. അത്തരത്തിലുള്ളൊരു തലമുറയെ വാർത്തെടുക്കാൻ, in some faint dawn, in some dim eve, like a gesture of light, like a dream of light. ഗഗനകൂടാരം തുറന്നു നീ നോക്കുകൊന്ന അകലെയെങ്ങാനും പ്രകാശമുണ്ടോ? ആ പ്രകാശ ഗോപുരമായി തീരുവാൻ ഈ സംഘടനയ്ക്ക് കഴിയുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന വർഷങ്ങളിൽ ഉയരത്തിൽ നിന്നും ഉയരത്തിലേക്കും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കും ഔന്നത്യത്തിൽ നിന്ന് ഔന്നത്യത്തിലേക്കും പറന്നുയരുന്ന ജനശക്തിയുടെയും ചേതനയുടെയും ഊർജ്ജസ്വലതയുടെയും പ്രതീകമായി പരിലസിക്കാൻ ഈ സംഘടനയെ ആർത്തത്രാണപരായണനായ ത്രിജഗന്നിയന്താവ് അനുഗ്രഹിക്കുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിൽ അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിൻ്റെ ഭാഷയിൽ ഈശ്വരനാമത്തിൽ പ്രഖ്യാപിച്ചു.